അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അല്ലേ? ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആംബിയൻസ് ലൈറ്റ് അടിയിൽ വരുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ ഹെഡ്ലൈറ്റിന് വെളിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ആരും അതൊരു കംപ്ലൈന്റ് ആവണ്ട. അതാണ്. പിന്നെ കുറച്ച് പ്രോസസറിൽ കൂടുതൽ പോവാച്ചെങ്കിൽ അല്ല ഇത് 6500 അല്ലേ? 6000 6500 ആംബ് ഇൻബിൽഡ് ആയിട്ട് മോണോ ആംബ് ഉണ്ടാവും. ഇതിൽ നമുക്ക് 8 ഇഞ്ചസ് വരുന്നത് ഒരു വയറിംഗ് കിറ്റിന് അടക്കം 3500 തരാം. അത്രേ ഉള്ളൂ. അതിൽ വന്നിട്ട് നമുക്ക് കുറച്ച് ഒരു കാർ ഉപയോഗിക്കുന്ന എല്ലാവരും നിലവിൽ അവരുടെ വാഹനത്തിൽ വാങ്ങിച്ചു വെക്കുന്ന സാധനമാണ് ഇത് ഈ ഇരിക്കുന്നത് മുഴുവനും കേട്ടോ. അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്തെ പോലെ ഒന്നും ആരും തന്നെ സാധാരണ ഈ ചെറിയ റേഡിയോ സെറ്റപ്പ് ഒന്നും വെക്കാറില്ല. അപ്പോൾ മിനിമം ഏത് വണ്ടിയിലാണെങ്കിൽ പോലും ഇപ്പോൾ 3000-3500 രൂപയ്ക്ക് നല്ല അടിപൊളി ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെയുള്ള സാധനങ്ങൾ സ്റ്റീരിയോ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ആരും നോർമലി വെക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒരുവിധം എല്ലാ വണ്ടികൾക്കും വേണ്ടുന്ന ആ പാനൽ, അതിൻ്റെ വയറിങ്, ഒരു വയർ പോലും കട്ട് ചെയ്യാൻ ഇടാൻ പറ്റുന്ന വയറിങ്, അങ്ങനെയുള്ള സകല സാധനങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വാഹനമൊക്കെ നിങ്ങൾ ബേസ് മോഡലാണെങ്കിൽ ഇപ്പോൾ പുതിയത് ഏത് മോഡൽ ഏത് വണ്ടി ആയിക്കോട്ടെ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിൽ ഓടുന്ന ഏത് വണ്ടീൻ്റെ ആൻഡ്രോയിഡ് ആണെങ്കിലും നിലവിൽ ഇപ്പോൾ നമ്മുടെ ഷിഫ കാർസിൽ അവൈലബിൾ ആണ്. കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റിനുള്ളിലാണ് ഇവരുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. ഏറ്റവും കിടിലം പ്രൈസിൽ നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റി സാധനങ്ങൾ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ നിലവിൽ ഷിഫ കാർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പറയുമ്പോൾ ഈ ഇരിക്കുന്നത് മുഴുവൻ ഇവിടെയുള്ള സാധനങ്ങളാണ്. ഇത് മുഴുവൻ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ നാസിഫ് ബ്രോ ഉണ്ട്. നാസിഫ് ബ്രോ സ്വാഗതം, റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ അധികം സീറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചില്ലേ? അതെ, സീറ്റ് കവറൊക്കെ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന സാധനങ്ങൾ അല്ലേ? അതെ ബ്രോ. ഇപ്പോൾ നമുക്ക് ബേസ് വണ്ടി എടുക്കുന്നവർക്ക് നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. അപ്പോൾ നമ്മൾ വന്നിട്ട് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു 9 ഇഞ്ച് ആൻഡ്രോയിഡ് ആണ്. ആദ്യം വരുന്നത് 9 ഇഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ മോഡൽസ് വന്നിട്ടുണ്ട്. അതായത് ഡയമണ്ട്, 2 നോബ്, സിംഗിൾ നോബ്, വിത്ത് ആംബിയൻസ്, വിത്തൗട്ട് ആംബിയൻസ്, ബ്രാൻഡഡ്, നോൺ ബ്രാൻഡഡ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് അല്ലേ? കസ്റ്റമർക്ക് തന്നെ വന്ന് നോക്കുമ്പോൾ കൺഫ്യൂസ് ആവും. ഇത്രയും സാധനം ഉണ്ടാകുമ്പോൾ ഏതാ ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഉള്ളതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം, വിലയും കൂടി പറയാം. സ്റ്റാർട്ടിംഗ് മോഡൽ ഇതാണോ? ഇപ്പൊ സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത് ഒരു 9 ഇഞ്ച് ആൻഡ്രോയിഡ് TS7 പ്രോസസറിൽ വരുന്ന 4GB 64GB മെമ്മറി വരുന്നത്. ഇത് ഈ 464 ഒക്കെ ഉണ്ടോ ബ്രോ? അതായത് ടു ബി ഹോണസ്റ്റ് പറയുകയെങ്കിൽ 464 ഫ്ലാഷ് 2GB എന്താ പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ടിംഗ് റേറ്റ് കൊടുത്തല്ലോ ഇത് വേണ്ടി. അപ്പൊ അത്രയും പെർഫോമൻസിൽ ഉണ്ടാവുള്ളൂ. ഇതിന് വന്നിട്ട് ഇപ്പൊ 5000 റേറ്റ് ഉണ്ട്. 5000 ഇതാണ് ഇപ്പൊ നമ്മുടെ അടുത്തുള്ള നിലവിൽ സ്റ്റാർട്ടിംഗ് വരുന്ന ഏറ്റവും അടിപൊളി സാധനം അല്ലേ? അത് വന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര വില കുറവ്, ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞതല്ല. സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടിങ് 5000 റുപ്പീസ് വരും. മാത്രമല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് വിലയിലൊക്കെ കംപ്ലൈന്റ് വരില്ല. അതിന് നമ്മൾ ഗ്യാരണ്ടി തരാം. 1 ഇയർ ഗ്യാരണ്ടി ഉണ്ട് സാധനത്തിന്. ഇനിയൊന്നും നമ്മൾ കംപ്ലൈന്റ് ഇല്ലാത്ത സാധനം കസ്റ്റമർ എത്തിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നെക്സ്റ്റ് മേടിക്കും ആൾക്കാർ. ഇതൊക്കെ നിങ്ങൾ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് നമ്മൾ കാണാൻ തുടങ്ങിയ കാലം പോലെ എന്റെ വണ്ടിയിൽ നിങ്ങൾ നമ്മൾ വേറെ എവിടെ നിന്ന് ഒന്നും വാങ്ങിയില്ല. അപ്പൊ ഇതാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്നത്. ഇത് 5000 വരും. 5000 അല്ലേ? പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു 5500 ബഡ്ജറ്റിൽ വരുന്ന സ്ക്രീൻ. 5500 രൂപ വ്യത്യാസം വരും. ഇതിലെന്താ മാറ്റം വരുന്നത്? അതിലൊരു ചെറിയ സെറ്റിംഗ്സിന്റെ വ്യത്യാസവും ക്വാളിറ്റിയുടെ വ്യത്യാസവും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ചെറിയൊരു ബ്രാൻഡ് വ്യത്യാസത്തിൽ വരുന്നത് 6000. ഇതിൽ വന്ന് നമുക്ക് കാർ പ്ലേ വർക്ക് ഓപ്പൺ ആക്കിയപ്പോ ഇതിൽ രണ്ടിലും ആൻഡ്രോയിഡ് ഓട്ടോയും വരൂല. ഇതിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വർക്ക് ആണ്. നമ്മൾ 6000 അതിൽ ഇനിയൊരു വേരിയന്റ് ഉണ്ട് 6500 വരും. ബേസിക് പ്രോസസർ ആണ്, പക്ഷെ നിങ്ങൾക്ക് പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ കുറച്ച് പ്രോസസറിൽ കൂടുതൽ പോവാച്ചെങ്കിൽ 6000 6500 പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ജി സോണിക്ക് ഇപ്പൊ വരുന്നത് കുറച്ച് നല്ല ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അവര്. ആൻഡ്രോയിഡ് വേർഷൻ 14 വരും. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ T3L പ്രോസസർ. ഇതിൽ വന്നിട്ട് ഇവരുടെ കമ്പനി ക്യാമറ ഉണ്ടാവും, മൈക്കും ഉണ്ടാവും. ഇതിന് പ്രൈസ് വരുന്നത് 7300 റുപ്പീസ്. 7300 രൂപ. അതായത് 3GB 32GB ഒറിജിനൽ കിട്ടുന്ന സാധനം. പിന്നെ ഡ്യുവൽ നോബില് ബേസിക് നമുക്ക് കുറച്ച് കംപ്ലൈന്റ് കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മള് സ്റ്റാർട്ടിങ് നമുക്കൊരു 7500 തൊട്ട് ഫുള്ളി മെറ്റൽ ബോഡി, അടിപൊളി സാധനം. അപ്പൊ ഇതിൽ പ്രീമിയം ക്വാളിറ്റി നല്ല ഹയർ എൻഡ് സ്പീക്കർ ഒക്കെ ഇട വെച്ചെങ്കിൽ അതിനായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോ ഇതെടുക്കുക വെച്ചെങ്കിൽ ഈ ബാർഫോണ്ട് എക്സൈറ്റീവ് പറയും. ഇത് നമുക്ക് ഇമ്പോർട്ടഡ്, അതായത് ഇന്ത്യയിലേക്ക് വരുന്ന സാധനം അല്ല. ഇത് നമുക്ക് ചൈനയിൽ മേക്ക് ആയിട്ട് അതർ കൺട്രീസ്ക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? ഇത് ഒരു എന്താ പറയാ ഒരു 4K ടൈപ്പ് സ്ക്രീൻ ആയിരിക്കും. അതെ, ഇനിയൊന്ന് ഞങ്ങൾക്ക് അതിന്റെ സൗണ്ട് ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് ഞാൻ ഓൺ ആക്കിയിട്ടുള്ളത് ഫുൾ സെറ്റപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് കാണിച്ചു തരാം. ഫുള്ളി മെറ്റൽ ബോഡിയാണ്, കാണുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ആവും. പ്രോപ്പർ ആയിട്ട് ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ? പലതിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഒറ്റ സ്ക്രീൻ ആയിരിക്കും വരിക, എന്നിട്ട്
ജസ്റ്റ് ഒരു ഇത് കൊടുക്കുന്നത്. പക്ഷെ ഇതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ വരും ഇത് രണ്ടിലും. ഇത് വേറെ സ്ക്രീനും ആയിരിക്കും. നല്ല അടിപൊളി സാധനം. ഞാൻ ഓണാക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതില് ഇത് വരുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇത് 9000 വരും. ഇതിൽ തന്നെ XIT തന്നെ ഒരു ബേസിക് മോഡൽ ഉണ്ട്. ഇതെടുക്കുമ്പോൾ നമുക്ക് ഒരു 8500 വരുള്ളൂ. 500 കുറവ് വരുള്ളൂ. ഇത് നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു സാധനമാണല്ലോ. പിന്നെ ഇതൊക്കെ നമുക്ക് വന്ന് ട്രെൻഡിങ് പ്രോഡക്ട്സ് ആണ്. സൈഡിലുള്ള ഈ ഒരു ഇത് വരുന്നത്. അതെ, ഇത് സൈഡിൽ നോബ്, ഇത് നോക്കി സെന്റർ നോബ്, ചില വണ്ടികൾക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ കസ്റ്റമേഴ്സ് ഇത് ചൂസ് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ നോബിൽ തന്നെ ഇങ്ങനൊരു മോഡല്. ഇത് നമ്മൾ താറിനൊക്കെ പറ്റുന്ന അല്ലേ? അതെ, താറിനൊക്കെ വെച്ചാൽ കുറച്ച് രസം ഉണ്ടാവും കാണുമ്പോ. പിന്നെ പിന്നെ അത് ഇത് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇത് 10,000. ഓക്കെ, അത് എന്താ പറയാ, അത് നമ്മൾ വലിയ കാര്യമായിട്ട് പ്രീമിയം ക്വാളിറ്റി ആണ്. അത് മാത്രം എന്താ വെച്ചാൽ എപ്പോഴും കിട്ടുന്ന സാധനം അല്ല. അതെ അതെ, ഇതാണെങ്കിലോ ഇത് നമുക്ക് വന്നിട്ട് 9000 വരും. നമ്മുടെ ഫ്ലോട്ടിംഗ് സ്ക്രീൻ ഓട്ടോ ബോർഡ്സ് ആണ്. നിലവിൽ ഞാൻ എന്റെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന T5 സ്ക്രീൻ വരുന്ന സാധനം. കുറച്ച് ഐപാഡ് പോലത്തെ ലുക്ക് ഉണ്ടാവും ബാക്കിൽ. അത് മാത്രമല്ല ഇത് കൂടുതലും നന്നാവുക ഈ ബെൻസിനൊക്കെ. ബെൻസിന്റെ ഷേപ്പ് ആണ് ഇത്. അതെ അതെ അതെ. പക്ഷെ എല്ലാ വണ്ടിക്കും വെക്കാം, ഏത് വണ്ടിക്ക് വേണമെങ്കിലും വെക്കാം. ഇത് നമുക്ക് എന്ത് വില ഉണ്ട് ബ്രോ? ഇത് നമുക്ക് 8000 വരും. ഇത് T5 അല്ലേ പ്രോസസർ? T5 പ്രോസസർ. ഇത് നിങ്ങൾ കണ്ണും പൂട്ടി വാങ്ങിക്കോട്ടെ. നമ്മുടെ ഒരു 8GB റാം ഉള്ള ഒരു ഫോണിന്റെ സ്പീഡ് കിട്ടും. കാരണം നിലവിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഇതല്ല. പക്ഷെ ഇതിന്റെ 10 ഇഞ്ചാണ് 9 ഇഞ്ചാണ്. പക്ഷെ നല്ല സാധനമാണ്. സ്പെക് ഒക്കെ സെയിം അല്ലേ? പിന്നെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ പയനീറിന്റെ 6500 BT അങ്ങനെ താഴെ വരുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് യോമിയുടെ, സാംസയുടെ അങ്ങനെ എല്ലാ ബ്രാൻഡഡ് സാധനമുണ്ട്. ബ്രാൻഡിന്റെ റേറ്റ് നമുക്ക് പുറത്ത് പറയാൻ പാടില്ല. നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്നേക്കാളും ബെസ്റ്റ് പ്രൈസിൽ ഞാൻ തരാം. ബ്രാൻഡഡ് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ബ്രാൻഡഡ് സെഗ്മെന്റ് തുടങ്ങും. സ്റ്റാർട്ടിംഗ് എത്ര വരുന്നത്? സ്റ്റാർട്ടിംഗ് ഒരു 9000 8500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നല്ല അടിപൊളി ബ്രാൻഡ്. ഓൺക്യോ ഉണ്ട് നമ്മുടെ അടുത്ത്, സാംസങ് ഉണ്ട്, യോമി ഉണ്ട്, പയനീർ ഉണ്ട്, മാക്സ് ലിങ്കിന്റെ ഉണ്ട്, ഓൺകോഡ് ഉണ്ട്. ഇന്നിപ്പോ അവൈലബിൾ ആയിട്ടുള്ള എന്ത് സാധനം നിങ്ങളുടെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. കൂട്ടിയിട്ടൊക്കെ ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതേപോലെ കൂട്ടിയിട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് വരുന്നത് 360 സ്റ്റീരിയോ ഉണ്ട് നമ്മുടെ അടുത്ത്. 9 ഇഞ്ച് ആയാലും ഡ്യുവൽ നോബിലും 360 ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ വെച്ചിട്ടുണ്ട്. ഇത് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇത് 360 ഇത് ഡ്യുവൽ നോബിൽ 360. ഓക്കെ, ഇത് നമുക്ക് വന്നിട്ട് 4 ക്യാമറ വരും. കാലിബ്രേറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കി 3D വ്യൂവോടെ നമുക്ക് സാധനം സംഭവം കൊള്ളാം അല്ലേ? നല്ല വൃത്തിയുണ്ട്. അതെ, ഇത് നമുക്ക് വന്നിട്ട് സാധനം എടുക്കുമ്പോൾ വില കുറവാണ്. 14,500 rupees ക്യാമറ അടക്കം വരുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് പോകുമ്പോൾ 17,000 വരും. അതായത് 13,000 ഫിറ്റിംഗിനാണ് ഒരു 4 hours ടൈം വേണം. ഇവിടെ വൃത്തിക്ക് ഇട്ടിട്ട് കാലിബ്രേറ്റ് ചെയ്ത്. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ല സ്ക്രീനും നല്ല ക്വാളിറ്റി ഉണ്ട്. 1080 പിക്സൽ ക്യാമറ എന്താ പറഞ്ഞ 360 നമ്മൾ നല്ലത് ഇടുന്നത് ബെറ്റർ ആണ്. അത് റിമൂവ് ചെയ്തിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ തരാം 17,000 rupees. അത് 9 ഇഞ്ച് ആയാലും ഈ സൈസ് ആയാലും അവരുടെ ഇഷ്ടത്തിന് ഇൻക്ലൂഡിംഗ് ഫിറ്റിംഗ് 17,000. അടിപൊളി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ കണ്ടോ, ഇതൊക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വേറെ ഉണ്ട് കേട്ടോ. ഇത് 360. അതെ, ഞാൻ കുറച്ച് കാണിച്ചിട്ടുള്ളൂ, ഫുള്ള് കാണിച്ചിട്ടില്ല. ഇനിയിപ്പോ ഒരു മിനിറ്റ്, ഈ സാധാ സാധനം ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്. ഇത് 1000 rupees തൊട്ട് നമ്മുടെ 1000 rupees അല്ലേ? നമ്മൾ എന്തായാലും പഴയ കാലം മറക്കരുതല്ലോ. അപ്പൊ ഒന്ന് കാണിച്ചെന്നുള്ളൂ. 1000 രൂപ മുതൽ ഇതാ ഏത് സാധനങ്ങൾ വേണമെങ്കിൽ അതും തരും കേട്ടോ. പിന്നെ സ്പീക്കർ ഉണ്ട് നമ്മുടെ കയ്യില്. സ്പീക്കേഴ്സ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്ത് പറഞ്ഞാൽ ഒരു 4 സ്പീക്കർ ഫിറ്റ് ചെയ്യണമല്ലോ. അപ്പൊ നിങ്ങൾക്ക് 4 സ്പീക്കർ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് 2000 രൂപയ്ക്ക് 4 സ്പീക്കർ തരും. ഇത് 2000 രൂപയ്ക്ക് 4 ഇല്ലല്ല, ഇത് കോആക്സിയൽ 4 2000 രൂപയ്ക്ക് കിട്ടും. അത് വന്നിട്ട് നമുക്ക് ആ സ്റ്റീരിയോയില് അത്യാവശ്യം നല്ല വർക്കിംഗ് ഉണ്ടാവും. നല്ല വർക്കിംഗ് വിത്ത് വാറന്റി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 1300 രൂപ 1400 രൂപ ബഡ്ജറ്റിൽ ബോസ്ട്രിക് ബ്രാൻഡ് ഉണ്ട്. അതെ, 1400. ഒരു 1500 ബഡ്ജറ്റിൽ ജി സോണിക് ഉണ്ട്. പിന്നെ JBL ഉണ്ട്. ബ്രാൻഡിന്റെ റേറ്റ് ഒറിജിനൽ JBL ആണ്. നമ്മുടെ കടയിൽ കോപ്പി ഇല്ല. അല്ല, ഇത് JBL ഒറിജിനൽ നമ്മുടെ കടയിൽ കോപ്പി ഇല്ല. നിങ്ങൾ വിശ്വസിച്ചെടുക്കുക. ഇത് നമുക്ക് റേറ്റ് പുറത്ത് പറയരുത്. നിങ്ങൾക്ക് MRP എന്തായാലും നിങ്ങൾക്ക് ഒരു 3-ന് 2 പങ്ക് നമ്മൾ പൈസ മേടിക്കുള്ളൂ. അതായത് ഇതിൽ 3749 MRP കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ മുക്കാല് കൊടുത്താൽ. അതെ, അപ്പൊ JBL ഒറിജിനൽ സാധനം. അതുപോലെ ഇതൊക്കെ ബ്രാൻഡഡ് ആണ്. പയനീറിന്റെ ഒറിജിനൽ ആണ്. 2390 രൂപ MRP. അപ്പൊ നമ്മുടെ പ്രൈസിന് കുറവ്. നെക്സ്റ്റ് ബ്ലോ പങ്ക് ഉണ്ട്, അതുപോലെ റേസ് മാർക്ക്. ഞാൻ ഹൈലി പ്രീമിയം ബ്രാൻഡിൽ വരുമ്പോ ആൽപൈന് നമുക്ക് ഇൻഫിനിറ്റിയുടെ ആൽഫ ഉണ്ട്. JBL കോമ്പണന്റ് സ്പീക്കർ സ്റ്റേജ് 2 GTO സീരീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഒരു മിനിറ്റ്, ഇതൊക്കെ നമുക്ക് വില പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അതെ അതെ, ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 2000-5000 ഒരു 5000ന്റെ മുകളിൽ ഒരു 10,000 വരെ നമ്മുടെ സ്പീക്കർ ഉണ്ട്. അതുപോലെ പയനീറിന്റെ
350 എന്തായാലും നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്നേക്കാളും റേറ്റ് നമ്മൾ കുറച്ചാണ്. ആൽഫയുടെ ഇൻഫിനിറ്റി, ആൽഫ സീരീസ്, ആൽപൈൻ, സാൻസ്, പൈനീറിൽ 4 സ്പീക്കർ വരുന്ന ഒറ്റ ബോക്സ് മോഡൽ. നമുക്കൊരു റേറ്റ് പറയാൻ പറ്റില്ല, ഒരു 5000 ഒരു 6000 ആ ബഡ്ജറ്റിൽ കൊടുക്കാം. പിന്നെ അതുപോലെ റെഫറൻസ് സീരീസ്, ഇതൊക്കെ ഹൈലി പ്രീമിയം ആണ്. പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയ അണ്ടർ സീറ്റ് സബ് വൂഫർ ആണ്. അണ്ടർ സീറ്റ് സബ് വൂഫർ വരുന്നത് നമുക്ക് കോമ്പാക്ട് ആയിട്ട് ഫ്രണ്ട് സീറ്റ് നമ്മുടെ ഡ്രൈവർ സീറ്റിന്റെ അടിയിൽ തന്നെ വെക്കാം. നല്ല വെയിറ്റും ഉണ്ടാവും. നമുക്ക് ഈ സ്പീക്കർ ഒക്കെ ഇടുമ്പോൾ അതിന്റെ ബേസ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് തരാൻ യൂസ്ഫുൾ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അധികം ഒരു ബഡ്ജറ്റിൽ പിടിപ്പിക്കുന്ന ഒരു 2 കൊല്ലം വാറന്റി ഒക്കെ വരുന്ന സ്പീക്കർ ഒക്കെ ഇതൊക്കെ നമുക്കൊരു 6000 റുപ്പീസ് എല്ലാം കൂടി സെറ്റ്. ഇതങ്ങനെ. അതേപോലെ മാക്സ് ലിങ്ക് ഉണ്ട്. ഇതൊക്കെ നല്ല കമ്പനിയാണ്, ഇതൊക്കെ ഒറിജിനൽ ആണ്. പിന്നെ ഇതൊക്കെ പിടിപ്പിച്ചിട്ട് സ്പീക്കർ പിടിപ്പിച്ചിട്ട് ഫിറ്റ് ചെയ്യാനുള്ള സബ് ഇത് 8 ഇഞ്ച് 0 ഗ്രാവിറ്റി പറഞ്ഞിട്ട് ഇതിന് ആംബ് ഇടേണ്ട ആവശ്യമില്ല. വൺ സൈഡ് വൂഫർ ആംബ് ഇൻബിൽഡ് ആയിട്ട് മോണോ ആംബ് ഉണ്ടാവും. ഇതിൽ നമുക്ക് 8 ഇഞ്ചസ് വരുന്നത് ഒരു വയറിംഗ് കിറ്റിന് അടക്കം 3500 തരാം. അതിൽ വന്നിട്ട് നമുക്ക് കുറച്ച് വലിയ വണ്ടികൾ ഉണ്ടാവും. ആ വലിയ വണ്ടികൾ എടുക്കുമ്പോൾ അതിനായിട്ടുള്ള വലിയ സൈസ് സബ് വൂഫർ നമുക്ക് പിന്നെ ഈ പറഞ്ഞ 8 ഇഞ്ചും 10 ഇഞ്ചും 12 ഇഞ്ചും ഒക്കെ ഉണ്ട്. ഇത് ഒരു 4200 വരും. പിന്നെ ഒരു 5000 റുപ്യ ഇൻക്ലൂഡിംഗ് ഇതിന്റെ വയറിംഗ് അടക്കമാണ്. എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ കസ്റ്റമേഴ്സ് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ സൗണ്ട് പ്രൂഫിംഗ് ഇതൊക്കെ ചോദിക്കും. ഡാമ്പിങ് ഇതൊക്കെ പൈനീറിന്റെ ഒറിജിനൽ ആണ്. അടിപൊളി. നോക്കി നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഏകദേശം ഒരു 10 കിലോയോളം എഴുതിയിട്ടുണ്ട് നോക്കി 10 കിലോ 10.2 കിലോ ഉണ്ട്. 10 ഷീറ്റ് വരും. ഇതൊക്കെ നമുക്ക് ഒരു വണ്ടിക്ക് ഇത് കൊടുക്കാം. നമ്മൾ അങ്ങനെ ഇത് എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ബോക്സ് അടക്കം കൊടുക്കാം. ഇതിൽ വേറെ ബ്രാൻഡ് ഉണ്ട്, നാക്കാമിച്ചിയുടെ. ഇതാണ് ഡാമ്പിംഗ് ഷീറ്റ്. നല്ല കനം ഒറിജിനൽ ആണ്. ഇതൊക്കെ നല്ല സ്പീക്കർ ഒക്കെ ഇടുമ്പോൾ അതിന്റെ ഫുൾ എഫിഷ്യൻസി കിട്ടാൻ ഡാമ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ക്യാമറ ഐറ്റംസ് ഒക്കെ എങ്ങനെയാ സ്റ്റാർട്ടിങ്? പിന്നെ ക്യാമറാസ് വരുന്നത് നമ്മുടെ ഡാഷ് ക്യാം ഉണ്ട്. വെറും ഒരു 1500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റും നമുക്ക്. ഇത് ഫുൾ HD അല്ലേ? ഫുൾ HD. ഇത് നമുക്ക് നമ്മുടെ സ്റ്റീരിയോയിൽ കൊടുക്കാൻ പറ്റുമോ അതോ? നിങ്ങൾക്ക് ഇതിലൊരു ഓഫർ ഞാൻ പറയാം ഈ വീഡിയോ ഒക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട്. നമ്മുടെ കടയിൽ നിന്ന് ഒരു സ്റ്റീരിയോ, 4 സ്പീക്കർ, ഒരു സബ് വൂഫർ മേടിച്ച് പറഞ്ഞാൽ ഈ ഒരു ഡാഷ് ക്യാം ഞാൻ ഫ്രീ ആക്കിയിട്ട് തരാം. 1500 റുപ്പീസ് വർത്തുള്ള ഡാഷ് ക്യാമറ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. അതായത് സ്റ്റീരിയോ, 4 സ്പീക്കർ, അത് ഏതായാലും ഓക്കെ. പിന്നെ സബ് വൂഫർ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഒരു ഡാഷ് ക്യാമറ ഞാൻ ഫ്രീ ആയിട്ട് തരാം. അതേപോലെ HD ക്യാമറകളൊക്കെ ഉണ്ട്. HD ക്യാമറ നിങ്ങൾക്ക് അതുപോലെ നമ്മളെ കടയിൽ തരുന്ന ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റിൽ കിട്ടുന്ന. ഞാൻ ഇന്നിപ്പോ ഒരു സാധനം ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട്, നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ? ഒരു ആൻഡ്രോയിഡ് ഓപ്പൺ ആക്കിയ ബ്രോ. അതായത് ഇതിപ്പോ നമ്മുടെ വണ്ടിക്ക് വേണ്ടുന്ന പാനലല്ലേ? അതെ. ഇത് നിലവിൽ ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ വണ്ടിയുടെ ഉണ്ടോ? എല്ലാ വണ്ടിയുടെ ഉണ്ട്. ഇതിപ്പോ ഞാൻ എടുക്കുന്നത് ശരിക്കും ഒരു വാഗണറിന്റെ കേട്ടോ. നമ്മുടെ ഒരു കുടുംബത്തിലുള്ള നമ്മുടെ ഒരു കസിന് വേണ്ടിയിട്ടാണ്. പുള്ളി വാഗണറിന്റെ ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ? ഇതിന്റെ മറ്റേ ഇത് കിട്ടോ? മാറ്റ് അല്ലാണ്ട് മാറ്റ് ഗ്ലോസി ഉണ്ട്. അത് ചില വണ്ടികൾക്ക് മാത്രമേ വരുന്നുള്ളൂ, എല്ലാ വണ്ടികൾക്കും കിട്ടൂല. എനിക്ക് കിട്ടിയ നമ്മളന്ന് എന്റെ വണ്ടിക്ക് മാറ്റി വെച്ചല്ലോ. അതെ, ഇത് മാറ്റ് ആയാലും കുറച്ച് അടുത്ത് വന്ന കാണും, നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. ഡാഷ് ബോർഡിന്റെ ക്വാളിറ്റി കിട്ടും. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 5000 രൂപയുടെ സ്റ്റീരിയോ എടുത്ത് ഒരു ഫ്രെയിം എടുത്ത് പിന്നെ അതിന് പറ്റുന്ന ഒരു റിവേഴ്സ് ക്യാമറ, AHD ക്യാമറ. അതുപോലെ AHD ക്യാമറ മാർക്കറ്റിൽ കിട്ടുന്ന ആ ക്ലാരിറ്റി അല്ല ഇത്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആണ് തരുന്നത്. അപ്പൊ ഇത് 3 എടുക്കുമ്പോ ഇന്നത്തെ പ്രൈസ് നിങ്ങൾക്ക് 6000 രൂപയ്ക്ക് കിട്ടും. 6 രൂപയ്ക്ക് കിട്ടും. ഫിറ്റിങ്ങിന് ഒരു 600 റുപ്പീസ്. അപ്പൊ 6600 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് പിടിച്ചു കൊണ്ടുപോകാം. അടിപൊളിയായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, വേറെ ഒന്നും ചെയ്യണ്ട. അതെ, ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. കംപ്ലൈന്റ് വരില്ല. കംപ്ലൈന്റ് വന്നാലും നമ്മൾ പെട്ടെന്ന് സർവീസ്. ഇപ്പൊ ജെംസ്റ്റോണിന്റെ കാര്യം എന്താ പറഞ്ഞാ, ഈ ഒരു ഇതുണ്ടല്ലോ, ഈ പാനലിന്റെ ഈ സൈസില് ബാക്കില് ഉള്ളിൽ വന്നിട്ട് ഒരു കേസ്. ഞാൻ ഇത് എടുക്കണോ അതോ? ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ, ഭയങ്കര ക്വാളിറ്റി അതിന്റെ സ്ക്രീനൊക്കെ. ഇത് നമുക്ക് ഡയറക്റ്റ് വെക്കാൻ പറ്റില്ല. ഡയറക്റ്റ് ഈ ബാക്കിൽ നോക്കി 9 ഇഞ്ചിന്റെ ഇതുണ്ടാവും സൈസ്. അപ്പൊ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോ ക്ലിയർലി ഫിറ്റ് ആവുന്നത്. നല്ല വൃത്തിയിൽ കിടക്കും. നോക്കി നല്ല വൃത്തിയുണ്ട് അല്ലേ? ഇത് ഫ്രെയിം പോലെ തന്നെ ഉണ്ടാവും ഫിനിഷിംഗ്. ഒട്ടും തള്ളിയിരിക്കുന്നില്ലല്ലോ. അപ്പൊ നല്ലൊരു വലിയ സ്ക്രീൻ ഇടുമ്പോ പ്രീമിയം ഫീൽ ചെയ്യും. പിന്നെ അത് ചില വണ്ടികൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് വെക്കാൻ വേണ്ടി അത് എക്സ്ട്രാ കമ്പനിക്കാർ തരുന്നതാണ്. നമ്മളിപ്പോ ഞാൻ തരുന്ന ഫ്രെയിമിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ സ്റ്റീരിയോ, ഈ ഫ്രെയിം, ഈ ക്യാമറ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏറ്റവും ഹൈ ക്വാളിറ്റിയാണ്. 9000 പറഞ്ഞത്. ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക്
10,200 വരും. എല്ലാം കൂടി നമ്മൾ ഓഫറിൽ 10,000 റുപ്പീസ് മൊത്തത്തിൽ തരും 3 എടുക്കുമ്പോൾ. അതായത് ഈ ഫസ്റ്റ് ക്വാളിറ്റി. വേറെ ഡയമണ്ട് വില കുറവാണ്. എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ എടുക്കണം കേട്ടോ. നല്ല സ്പീക്കർ ഒക്കെ എടുക്കുമ്പോൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്റ്റീരിയോ ഒക്കെ. എടുക്കുമ്പോൾ നല്ലത് എടുക്കുമ്പോൾ അതിനായിട്ടുള്ള ലൈഫും ക്വാളിറ്റിയും കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള സ്റ്റീരിയോന്റെ അവസ്ഥകൾ. നാസിർ ബ്രോ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, ആ മറ്റേ സ്റ്റീരിയോസ് ഒക്കെ ഓൺ ആക്കി വെച്ചല്ലേ? ഓരോ ഡിഫറെന്റ് മോഡൽസ് ആണ്. ഇതാണ് ഡ്യുവൽ നോബ് ഞാൻ പറഞ്ഞത്. ഡ്യുവൽ നോബ് ഇപ്പോൾ കോമൺ എല്ലാവർക്കും അറിയാം. ഇത് നോക്കി സൈഡ് നോബിൽ നേരത്തെ കാണിച്ചു, നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു സാധനം അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് കളർ, ചെറിയൊരു കളർ ലൈറ്റ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അത് അഡ്ജസ്റ്റ് ചെയ്യുക, വോളിയം അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ ഇത് ഫുൾ സ്ക്രീൻ ആണ്. നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ വീഡിയോ പ്ലേ ആകും. അതുപോലെ ഇത് മൂന്നും നിങ്ങൾക്ക് സെയിം സോഫ്റ്റ്വെയറിൽ വർക്ക് ആവുന്നതാണ്. എല്ലാം ഒരേപോലെ വർക്ക് ചെയ്യും അല്ലേ? സൗണ്ട് അങ്ങ് ഓഫ് ആക്കിയേക്കാം. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അല്ലേ? ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആംബിയൻസ് ലൈറ്റ് അടിയിൽ വരുന്നതാണ്. ഇതിന്റെ ഒരു ക്വാളിറ്റി, സ്ക്രീനിന്റെ ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ നമുക്ക് വരുന്നത് ഞാൻ ആദ്യം ബെയർ ഫൗണ്ടിന്റെ കാണിച്ചില്ല, 10,000 പറഞ്ഞില്ല, ആ സ്റ്റീരിയോ ആണ് ഇത്. ഇത് നമ്മുടെ യൂട്യൂബിൽ വരുന്ന വീഡിയോ ആണ്. ഇപ്പൊ നോക്കി, ഇപ്പൊ നോർമലി നിങ്ങൾക്ക് അതർ സ്റ്റീരിയോ എടുക്കുമ്പോൾ യൂട്യൂബ് വരുമ്പോൾ ഭയങ്കര ലാഗ് ആയിരിക്കും. ഇപ്പൊ ഇത് നോക്കി, നെക്സ്റ്റ് തൊടുമ്പോൾ ഹൈ സ്പീഡ് സാധനമാണ്. 10,000 ഇതിന്റെ പ്രൈസ്. നെക്സ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വരും. കുറച്ചും കൂടി വലുപ്പം വരും. അത് സെറ്റിംഗ്സ് മാറ്റണം. ഇത് നല്ല സൗണ്ട് ഔട്ട്പുട്ട് ഉള്ളതാണ്. നിങ്ങൾ നല്ല സ്പീക്കറൊക്കെ ഇടുമ്പോൾ, നിങ്ങൾ കോമ്പണന്റ്, കോആക്സിൽ, സബ് വൂഫർ ഒക്കെ ഇടുമ്പോൾ അടിപൊളി എഫക്റ്റ് ആണ്. ഇതൊക്കെയാണ് നിലവിലുള്ള സാധനങ്ങൾ. ഇതൊന്നും നമ്മൾ നേരത്തെ കണ്ട പോലെ ഇത് വില കുറവാണ്. ഇത് 7,500 റുപ്പീസ് വരുള്ളൂ. ഇത് 10,000 വരും. ഇത് അടിപൊളി സാധനം കേട്ടോ. സ്റ്റീരിയോക്കാണ് നല്ല നല്ല രസമുള്ള ഒരു ഐറ്റം ആണ് ഇത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതാ ഈ സാധനമാണ്. അതും കൊള്ളാം കേട്ടോ. നല്ല കിഡിലൻ ക്വാളിറ്റിയാണ്, പിക്ചർ ക്വാളിറ്റിയാണ് അടിപൊളി. അതേപോലെ തന്നെ ഇത് നോക്കിക്കോ, നല്ല HD ക്വാളിറ്റിയിൽ വരും. പിന്നെന്താ, പിന്നെ ഇതൊക്കെ ഹോൺസ് ഒക്കെ നമുക്ക് ബേസിക് വണ്ടി എടുക്കുമ്പോൾ ചെറിയ ഹോൺ കിട്ടുള്ളൂ. ഇത് നോക്കി, നല്ല കോപ്പർ ഹോണാണ്. പിന്നെ മുകളിലുള്ളത് കുറച്ച് ഹെവിയാണ്. എന്റെ അമ്മ, ഇതൊക്കെ സാധനങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്താ വില വരുന്നത്? ഇതൊക്കെ നമുക്കൊരു 750 ബഡ്ജറ്റിൽ 750. ഇതാണെങ്കിലോ അത് 750, അത് 700, മേളുള്ളത് 300 വരെ ഉള്ളൂ. ഇത് 300. അതിന്റെ മുകളിലത് 800, ഇത് മുകളില് 850. അതായത് നോക്കിക്കേ, അതെ, കോപ്പർ അലുമിനിയം മാറുമ്പോൾ അതിനുള്ള റേറ്റ് മാറും. അപ്പൊ ഇതൊക്കെ എല്ലാ ബോസിന്റെ ഒക്കെ അത്ര ക്വാളിറ്റി ഉണ്ടാവും. 750 ഉണ്ടാവുള്ളൂ, അതിന്റെ പകുതി വരെ ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഇതാട്ടോ കാരിയർ. പിന്നെ ആംറസ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? ഇതൊക്കെ കിട്ടാത്ത സാധനങ്ങളാണ്. ടാറ്റ നാനോയുടെ ആംറസ്റ്റ് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടൂല. അതെ, നോക്കി, നല്ല മിനി ആംറസ്റ്റ്. ക്യൂട്ട് സാധനം. അതുപോലെ എല്ലാ വണ്ടികൾക്കും നമ്മുടെ ഏത് വണ്ടിയും ഓൾമോസ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ചാർജറുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ട്. ഫോഗ് ലാംപ്സ്, ലൈറ്റ്സുകള്, പിന്നെ ഇങ്ങനത്തെ ആന്റനകള്, സബിന്റെ ഇതൊക്കെ ഒരു 300 രൂപ, 250 അത്രയൊക്കെ ഉള്ളൂ. ആംബിയൻസ് ലൈറ്റ് ഓൺലി ഫോർ ഡാഷ്ബോർഡ് ആണത്. അത് ജസ്റ്റ് 2,000 റുപ്പീസ് വരുള്ളൂ. 2,000 രൂപ വരുള്ളൂ. അടിപൊളി. അതായത് ഈ ഒരു സാധനത്തിന് മാത്രം 2,000 രൂപ വരും. ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള കുറെ പേരും കുറെ സാധനങ്ങൾ കാണിക്കാനുണ്ട്. ഇതൊക്കെ ഗിയർ നോബ്സ്. ബാറ്റ്മാന്റെ മിററിന്റെ കപ്പാണ് അതൊക്കെ. അതൊക്കെ എന്ത് വിലയുണ്ട് ബ്രോ? അത് നമുക്ക് 1,200 വരും. ഏത് വണ്ടിക്കും ഉണ്ടോ? ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും നമുക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഒരുപാട് ആൾക്കാരെ അന്വേഷിച്ച് നടക്കുന്ന സാധനം. അതെ, ഇത് നമുക്ക് നമ്മുടെ i20 പറ്റുമോ? പറ്റും അല്ലേ? അപ്പോൾ വെച്ച് നോക്കിയാൽ നമുക്ക് എന്താ അറിയാലോ. കൊള്ളാട്ടോ, നല്ല നല്ല നീറ്റ് സാധനം. ഇങ്ങനെ വരും. നല്ല ക്ലീൻ ആട്ടോ സംഭവം. ലെഫ്റ്റ് സൈഡ് മിററിന് വരുന്നതാണ്. അതെ അല്ലേ, കൊള്ളാം. രണ്ടും കൂടി 1,200 ABS ക്വാളിറ്റി. വില കുറഞ്ഞ സാധനം മാർക്കറ്റിൽ കളിക്കുന്നുണ്ട്, പക്ഷെ ഇത്ര ഫിനിഷിംഗ് വരില്ല. ഉണ്ടാവില്ല അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോഴാണെങ്കിലും ഇതേപോലെ ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ. അതായത് ഇതുണ്ടോ, പിന്നെ ഇതൊക്കെ നോക്ക്, ആംബിയൻസ് ലൈറ്റ്സ്. ഇത് നമ്മുടെ ഗ്രിൽ ലൈറ്റ് ആണല്ലോ, VIP ലൈറ്റ്. അത് കാണിച്ചാൽ ബ്രോറിന് എടുത്ത് നമ്മൾ ഇതുവരെ കാണിക്കാത്ത സാധനമല്ലേ? ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോട്ടോ. ഇങ്ങനെ 4 ലൈറ്റ് വരും. ഇത് ഗ്രില്ലിൽ പിടിപ്പിച്ചിട്ട്, ഇത് മൊഡ്യൂളാണ്. മൊഡ്യൂൾ നമുക്ക് ലൈറ്റ് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. VIP ലൈറ്റ് മാറി മാറി കത്തും. ശരി. ഇതൊക്കെ ഒരു 500 രൂപ വരെ ഉള്ളൂ. 500 രൂപ ഉള്ളൂ. അടിപൊളി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാർജർ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. ടിഷ്യൂ വെക്കാനുള്ളത്, ടിഷ്യൂ ബോക്സ്,
ചെറിയ ചെറിയ ആക്സറീസ്, ഗിയർ നോബ്സ്. ഈ സാധനം ഇപ്പൊ ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതേ മോഡൽ അത്യാവശ്യം നല്ല അടിപൊളി സാധനം. അതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ 2000 3000 ഉണ്ട്. നമ്മളിതൊരു 750 വരുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? 750 വരുള്ളൂ. അടിപൊളി. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊക്കെ ചെറിയ ചെറിയ ട്വീറ്റേഴ്സ് ഉണ്ട് അല്ലേ? ജസ്റ്റ് 200 രൂപ വരുള്ളൂ. ഓക്കെ, ഡാഷ്ബോർഡ് ട്വീറ്റേഴ്സ്. ശരി. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഐറ്റംസ് കാണിക്കാനാണ് ഇവിടെ കാണിച്ചാലും തീരാത്തതുകൊണ്ട് തന്നെ നമുക്ക് കാര്യം ചെയ്യാൻ മെല്ലെ അങ്ങ് അവസാനിപ്പിക്കാം അല്ലേ? ഈ ഒരു ഏരിയ മെയിനായിട്ടുള്ളത് സ്റ്റീരിയോ ഒക്കെയാണ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പം എന്തായാലും ഇത് അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇത് ആർക്കെങ്കിലും വേണേൽ നിങ്ങളൊന്ന് നോക്കിക്കോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ കാണാൻ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. അത് ക്വാളിറ്റിയാണ് മെയിനായിട്ട് പറയേണ്ടത്. നാസിഫ് ബ്രോ, അപ്പോൾ ഇനിയിപ്പോൾ ഹെഡ്ലൈറ്റിന് വെളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആരും അതൊരു കംപ്ലൈന്റ് ആവണ്ട. അതാണ്, അതായത് ഹൈ പവർ എന്ന് പറഞ്ഞാൽ ഹൈ പവർ. കൈ വിട്ടോ അല്ലേ കൈ പൊള്ളൂ. അതായത് കിഡിലൻസ് ആണെന്ന് പറഞ്ഞാൽ കിഡിലൻസ് ആണ് കേട്ടോ. എത്ര വാട്ട്സാ ബ്രോ? ഇത് നമ്മൾ 350 വാട്ട്സ് ആണ്. 350 വാട്ട്സ്. അത് ഒന്നാണോ രണ്ടും കൂടിയാണോ? അതായത് 200 വാട്ട് വരും. 200 വാട്ട് വരും. അതായത് ഈ സാധനം വണ്ടിയിലുണ്ടെങ്കിൽ പിന്നെ ഡിം അടിക്കാണ്ട് ആരും പോലും അല്ലേ? അതെ. ഇപ്പൊ നമുക്ക് LED വരുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് ജസ്റ്റ് ഒരു 55 വാട്ട്സ് ഉണ്ട്. അതായത് 110 വാട്ട്സ് ഇട്ടിട്ടുണ്ടാവും. നോർമൽ സാധനം. ഇതൊക്കെ ജസ്റ്റ് ഒരു 1500 രൂപ വരുള്ളൂ. 1500 രൂപ വരുള്ളൂ. പിന്നെ ഒരു 90 വാട്ട്സിന്റെ ഐറ്റം ഉണ്ട്. അത് ഈ ഐറ്റം ഇത് ഒരു 2000 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ ഒരു 170 വാട്ട്സ് പീസ്. വേറൊരു കാര്യം പറഞ്ഞുതരാം, 100-നും 150-നൊന്നും കിട്ടുമല്ലോ. ഇതൊക്കെ നല്ല കോസ്റ്റ്ലി അല്ലേ? അത്യാവശ്യം നമുക്ക് തന്നെ വരുന്ന വില തന്നെ നല്ല കോസ്റ്റ്ലി ആണ്. അതെ. ഇത് ഒന്ന് ബോസ് മിനി ബ്രാൻഡഡ് 2 years വാറന്റി വരുന്നത് 18,000 ലൂമൻസ് വരുന്നത്. ഇത് നമുക്ക് വരുന്നത് 2500 ആണ്. ബോസ് മിനി അല്ലേ? അതെ. പിന്നെ വരുന്നത് പവർ കൂടിയ ഐറ്റംസ്. ഇത് നമ്മുടെ മാവറിക് പറഞ്ഞ ബ്രാൻഡ് 200 വാട്ട്സ്. ഇത് നമുക്ക് 3500 തന്നെ 3 വെറൈറ്റി ഉണ്ട്. പിക്സോണിക്കിൽ 260, മാവറിക്കിൽ 200, പിന്നെ ബോസ് മിനി ബ്രാൻഡ് ഞാനിപ്പോ കാണിച്ചു തന്നതിൽ 300 വാട്ട്സ്. ഇത് 3,500 തരാം. 2 years വാറന്റി, ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം. പിന്നെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കണ്ണ് പൊട്ടിച്ച് കാണിച്ചു തന്ന ഐറ്റം ഇത് 4000 വരും. ഇതൊന്ന് 350 വാട്ട്സ് ബോസ് മിനി. അതിൽ തന്നെ പിക്സോണിക് ബ്രാൻഡിലും ഉണ്ട്. ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ കാറിനും ഓരോ സൈസ് ആയിരിക്കും. 9005, H4, H7, H8, H11 അങ്ങനെ എല്ലാ ഐറ്റവും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇത് ഹെഡ്ലൈറ്റ് പവർ ആക്കി കഴിഞ്ഞ് പറഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിങ് സാധനം ഫോഗ് ലാമ്പ് പവർ ആക്കുന്നത്. ഫോഗ് ലാമ്പ് പവർ ആക്കുന്ന ലാസ്റ്റ് ടൈം ബ്രോ വരുമ്പോൾ ഒറ്റ ഒരു മോഡൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ ഐറ്റംസ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് 4500 വരും. ഒരു ഹെഡ്ലൈറ്റിന്റെ അത്ര വെട്ടം ഇതിലുണ്ടാവും. പ്രൊജക്ടർ അധികം പുറത്ത് ഓടിക്കുന്നവർക്ക് പ്രൊജക്ടർ ഓടിക്കാം. പിന്നെ 4500. ഇതൊരു അടുത്ത ബ്രാൻഡ് ഒരു 5000 രൂപ വരും. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് 6000. നിങ്ങൾക്ക് GTW പറഞ്ഞ ബ്രാൻഡ് 5000 രൂപയും വരും. ഇത് ഒന്ന് ചെറിയ ചില വണ്ടികൾക്ക് സൈസ് മാറും. അതായത് ഇപ്പൊ കിയയുടെ വണ്ടികൾക്ക് i20ക്ക് ലേറ്റസ്റ്റ് i20, പിന്നെ ഇപ്പൊ വരുന്ന ന്യൂ ഡിസൈർ, അതിനൊക്കെ നമുക്ക് ഇത് വരും. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഈ വണ്ടി ഈ പ്രൊജക്ട് നമ്മുടെ വണ്ടിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ചില വണ്ടിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ള വണ്ടികൾക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫോഗ് ലാമ്പിന്റെ കവർ ഇങ്ങനെ സെപ്പറേറ്റ് ആവും. അതെ. ഇതിപ്പോ സ്വിഫ്റ്റ് ഡിസൈറിന്റെ ഫോഗ് ലാമ്പ് കവറാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഈ പ്രൊജക്ടർ ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു കമ്പനി ഫിറ്റഡ് ഫിനിഷിംഗ് ഉണ്ടാവും. നല്ല വൃത്തി ഉണ്ടാവും. അതായത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത പോലെ ഉണ്ടാവില്ല, കമ്പനിക്കാർ തരുന്ന പോലെ ഉണ്ടാവും. ചില വണ്ടികൾക്ക് വയറിംഗ് കിറ്റ്സ് ഉണ്ടാവില്ല. ഫോഗ് ലാമ്പ് പിടിപ്പിച്ച് ജസ്റ്റ് സാധാ വയർ വെച്ച് പിടിപ്പിക്കും. അതായത് ചിലപ്പോ വയറിംഗ് കത്തിപ്പോകും. അതെ. ഇതൊന്നും നമുക്ക് ഫ്യൂസ്, റിലേ, പിന്നെ സ്വിച്ച്, ആ ലൈറ്റ് അടക്കം വരുന്ന ഈ സ്വിച്ച് സെപ്പറേറ്റ് മേടിക്കുക വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു 900 രൂപീസ് വരും. അപ്പൊ ഇങ്ങനെ ഫോഗ് ലാമ്പിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ വേറെ ഐറ്റംസ് ഇപ്പൊ നമ്മൾ കാണിച്ചതിൽ തന്നെ ഒരുപാടുണ്ട്. എത്ര പീസ് വേണേലും നിങ്ങൾ എത്ര പേര് വന്നാലും തരാനുള്ള ഐറ്റംസ് കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, വെറും 1500 മുതൽ ഹെഡ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. എത്ര ടോപ്പ് റേറ്റ് വരുന്നത്? 4500. ഇപ്പൊ ഒരു വേറൊരു ഐറ്റം കൂടെ കാണിച്ചു തരാം. ഇത് വന്നിട്ട് നമുക്ക് പിക്സോണിക്കിന്റെ 380 വാട്ട്സ് പവർഫുൾ ബൾബാണ്. ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഇതിലൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് എത്ര പവർ വേണമെന്നുള്ളത് നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കാം. ഞാൻ കാണിച്ചു തരാം. ഇത് ബ്ലൂടൂത്ത് LED ആണ്. ഇത് കൂൾ വെയിറ്റ്. കൂൾ വെയിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നോക്കിക്കോളൂ. ആപ്പ് കാണിച്ചു കൺട്രോൾ ചെയ്യുന്ന. ഇത് ഐഫോണിന്റെ ഒക്കെ ഉണ്ട്. ആപ്പിളിലെ ഐഫോണും ഇതും ഉണ്ട്. നിങ്ങൾക്ക് യെല്ലോ വേണമെങ്കിൽ ഇങ്ങനെ യെല്ലോ, വൈറ്റ് വേണമെങ്കിൽ വൈറ്റ്, മോഡ് ഇങ്ങനെ മാറ്റി വെക്കാം. ഇതിങ്ങനെ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യാം. അതായത് ഈ ഇതിലേക്കാണ് കണക്ട് ആവുന്നത്. അതെ. കൊള്ളാട്ടോ സാധനം. അതായത് ജസ്റ്റ് നമുക്ക് അത് ഇത് കണക്ട് ചെയ്താൽ തന്നെ മതി അല്ലേ? വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോ തന്നെ നല്ല ഹൈ പവറിലല്ലേ കറങ്ങുന്നത്? ഇത് ഹൈ പവറിലാണ് ഇപ്പൊ ഉള്ളത്. ഇതിലിപ്പോ യെല്ലോ വേണമെങ്കിൽ യെല്ലോ, വാം വേണമെങ്കിൽ വാം, അങ്ങനെ എല്ലാ കളറും ഇതിൽ വെക്കാം. ഇപ്പൊ നമ്മൾ മാറ്റുന്നുണ്ടോ ബ്രോ?
അത് കണക്ട് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 6000 വരും. 6000 രൂപ. ഏറ്റവും ഹയസ്റ്റ് സാധനം ഇതാണ്. ഓക്കെ. ഇതിന്റെ എല്ലാ പിന്നും ഉണ്ടോ? ഇത് നമുക്ക് ആപ്പ് ഈ ഇതില് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് കിട്ടും. ഓക്കെ. ഒരു എർത്തിന്റെ ലൈനും ഉണ്ട്. കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സെറ്റപ്പ് സാധനം. ഇത് ഉള്ളതിൽ ഹയസ്റ്റ് ക്വാളിറ്റി ബൾബ് നമ്മുടെ കയ്യിലുള്ളതാണ്. ഓക്കെ. അത് നല്ല ഏത് 370 വാട്ട്സ് വരെ നമുക്ക് പവർ 380 വാട്ട്സ് വരെ പവർ കൂട്ടും ചെയ്യാം, 55 വാട്ട്സ് വരെ കുറയ്ക്കും ചെയ്യാം. ശരി ശരി ശരി. നമുക്ക് ആ ടൈമിനനുസരിച്ച് പോലെ ഹിൽസിനനുസരിച്ച് പോലെ സോണിക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 2 ഇയർ വാറണ്ടി. 2 ഇയർ വാറണ്ടി ഉണ്ട്. 6000 രൂപ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതാ ഇത്ര ഐറ്റംസ് ഇവിടെ നിലവിൽ അവൈലബിൾ ആണ്. ഒന്ന് കോൺടാക്ട് ചെയ്തോ. ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല, നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്താലോ എന്നാ. അപ്പോൾ തന്നെ നമ്മുടെ ഷിഫ കാർസിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കാണിച്ച സാധനങ്ങൾ ഇപ്പോൾ മാത്രമല്ല ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ടല്ലേ. 1-2 എപ്പിസോഡൊക്കെ ഇവിടുന്ന് വീണ്ടും വരുന്നതാണ്. ഒന്നുകൂടി ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് എവിടെ നമ്മുടെ ഷോപ്പ് നോക്കെ? നമ്മുടെ ഷോപ്പ് വരുന്നത് ഉക്കടം, കോയമ്പത്തൂരിൽ ഉക്കടം പറഞ്ഞ സ്ഥലത്ത് ഓൾഡ് മാർക്കറ്റ്. ഉക്കടം മാർക്കറ്റ് ഫേമസ് ആണ്, വേൾഡ് ഫേമസ് ആണ് അല്ലേ? ഓക്കെ. അതിന്റെ ഉള്ളിൽ തന്നെയാണ്. അതായത് 84, 85, 86 ആണ് നമ്മുടെ ഷോപ്പ്. 85 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയും. ഷിഫ കാർസ് എന്നാണ് ഷോപ്പിന്റെ നെയിം. ഓക്കെ. അപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. എന്താവശ്യമുണ്ടെന്ന് വിളിച്ചാൽ ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ആണ്. അടുത്തടുത്ത വീഡിയോകൾ കാണാൻ മറക്കണ്ട. അതുവരെ എല്ലാവർക്കും